ഇന്നത്തെ വീഡിയോ ശിവരാത്രി ആയതുകൊണ്ട് കാലത്തെ പരിപാടികളും അതേമാതിരി തന്നെ ഉച്ചയ്ക്കത്തെ ഊണ് തയ്യാറാക്കുന്നതാണ്. കാലത്ത് തന്നെ എണീറ്റ് തുടച്ച് അതോടുകൂടി തന്നെ തലയും എണ്ണയൊക്കെ തേച്ചൊന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെ കിച്ചണിൽ കയറിയിട്ട് ഉച്ചയ്ക്കത്തുള്ള പരിപാടികൾ. അപ്പോൾ ഇന്ന് തീയൽ വെക്കാമെന്നാണ് വിചാരിച്ചത്, ചാറ് കറിയായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ തേങ്ങയും കൂടെ ചേർത്ത് അത് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡാക്കി നല്ല രീതിക്ക് ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ആഡാക്കി കൊടുക്കണം. അങ്ങനെ പൊടികളെല്ലാമായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ നല്ല രീതിക്ക് മിക്സാക്കി എടുക്കുക. ഇത് കഴിഞ്ഞ് നമുക്കതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നല്ല രീതിക്കൊന്ന് പൊട്ടി വരുന്ന ശേഷം വറ്റൽമുളകും കൂടി ആഡാക്കി നല്ലപോലെ അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളിയും കൂടി ആഡാക്കി പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പും കൂടി ഇട്ട് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉള്ളി വാടി കിട്ടാനായിട്ട് നല്ല രീതിക്ക് അതൊന്ന് വാടി വന്നതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ പുളിക്കകത്ത് കിടന്ന് ഈ ഉള്ളിയും ഈ എല്ലാ മുളകും ഒക്കെ കൂടി ഒന്ന് പുളി പിടിക്കാനായിട്ട് കുറച്ച് അതിലിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന തേങ്ങ വറുത്ത് വെച്ചതും കൂടി ഒന്ന് മിക്സിക്കകത്ത് അടിച്ച് ഇതിലേക്ക് ചേർത്ത് അതിന് കഴിഞ്ഞതിന് സോയ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും ഞാൻ ആഡാക്കി നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വെള്ളത്തിലിട്ട് നല്ല രീതിക്ക് പിഴിഞ്ഞെടുത്ത് സോയയും കൂടെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ഇത് ഞാൻ ജസ്റ്റ് എയർ ഫ്രയറിലാണ് വെക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും, വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് വറക്കുന്നില്ല. അപ്പോൾ എയർ ഫ്രയർ വെച്ച് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൈഡായിട്ട് തന്നെ നടക്കും. അതിൻ്റെ കൂടെ സൈഡായിട്ട് ഞാൻ പടവലങ്ങ തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ചായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സോയ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണെന്ന് വെച്ചാൽ തീയലും സോയ ഫ്രൈയും ചമ്മന്തിയും പരിപ്പും എല്ലാം കൂട്ടിയുള്ള